ഹേ ഗായ്സ്, സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലാസറസ് എന്ന് പറയുന്ന ആനിമി സീരീസിൻ്റെ ഒന്നാമത്തെ സീസണിലെ 4ാമത്തെ എപ്പിസോഡാണ്. സോ ഗായ്സ്, ഈ ഒരു എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞ് എപ്പിസോഡാണ്. ബട്ട് ഇതിൻ്റെ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ പക്ക ആനിമേഷനാണ്. ആനിമേഷൻ ചെയ്തിരിക്കുന്നത് മാപ്പയാണ്. അത് കാരണം ഇത് ചെയ്തവർക്ക് എന്തായാലും ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ആൻഡ് എപ്പിസോഡിലോട്ട് പോകുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് വന്ന് ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 200 ലൈക്കാണ്. എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ കാണിക്കുന്നത് ഡോക്ടർ സ്കിന്നറുമായി കണക്ഷൻസ് ഉണ്ടെന്നത് സംശയിക്കപ്പെടുന്ന ഡോക്ടർ 909 എന്ന് പറയുന്ന ഹാക്കറിന്റെ ഡാറ്റാസും ഐഡന്റിറ്റിയും പിന്നെ കൂടുതൽ ഇൻഫർമേഷൻ ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാസറസ് ടീം. അതിന്റെ ഫലമായി നമ്മുടെ എലൈനക്ക് ഡോക്ടർ 909 എന്ന ഹാക്കറിന്റെ ഹിഡൻ വാലറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചു. അതായത് ആരിൽ നിന്ന് എത്രയൊക്കെയാണ് പൈസ വരുന്നതും പോകുന്നതും എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ എലൈന ഹാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഹിഡൻ വാലറ്റിൽ നിന്ന് ഇവർക്ക് കാണാൻ സാധിച്ചത് ഡോക്ടർ 909ന്റെ അക്കൗണ്ടിൽ കുറെ പൈസകൾ വന്നിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ അവന് പൈസ ഓൾറെഡി അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ഒരാളാണ് സാം. ഇയാൾക്ക് ഡോക്ടർ 909ന്റെ അക്കൗണ്ടിലേക്ക് ഇത്ര പൈസ അയക്കാൻ എവിടുന്നാണ് പൈസ കിട്ടിയെന്ന് നോക്കിയപ്പോൾ നമ്മുടെ എലൈനക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇയാളുണ്ടാക്കിയ പൈസ മൊത്തം ഹാപ്ന എന്ന് പറയുന്ന ഡ്രഗ് വിറ്റുകൊണ്ടായിരുന്നു. അതുമാത്രമല്ല, ഡോക്ടർ സ്കിന്നർ തന്റെ ന്യൂസ് പുറത്തുവിടുന്നതിന് മുന്നേ, അതായത് ഹാപ്ന ഒരു ട്രാപ്പാണ് എന്നുള്ള ഒരു ന്യൂസ് പുറത്തുവിടുന്നതിന് മുന്നേ അതിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു സാം എന്ന് പറഞ്ഞ ആളാണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫുൾ ഹാപ്നയും വിറ്റിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ നമ്മളെ ആൾക്കാർക്ക് എല്ലാവർക്കും ഡൗട്ട് വരികയാണ്. കാരണം ന്യൂസ് വരാനായിട്ട് തൊട്ട് മുന്നെയാണ് ഇയാൾ എല്ലാ ഹാപ്നയും വിറ്റത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് എങ്ങനെയൊക്കെ ഹാപ്ന ഒരു ട്രാപ്പാണെന്ന് അറിയാം. സോ ആ ഒരു വകയിൽ ഇയാൾക്ക് എങ്ങനെയൊക്കെ ഡോക്ടർ സ്കിന്നറുമായി കണക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ ആൾക്കാർക്ക് ഡൗട്ട് വരികയാണ്. സോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു സാം എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കാൻ പോവാണ്. ആ ഒരു സമയം കൊണ്ട് ഡോക്ടർ 909ന്റെ അക്കൗണ്ടിലേക്ക് പുതിയ ട്രാൻസാക്ഷൻസ് വല്ലതും വരുന്നുണ്ടോ എന്ന് നമ്മുടെ എലൈനയോട് ഹേഴ്ഷ് ഏത് നേരം ഒന്ന് കണ്ണു വെക്കാൻ പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും സാമിനെ കണ്ടുപിടിക്കാൻ പോണതിന് തൊട്ട് മുന്നായിട്ട് നമ്മുടെ ലാലൻഡ് ആണെങ്കിൽ ഈ ഒരു സാമിന്റെ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു സാം എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ ഫുള്ള് പാർട്ടി ചെയ്ത് അവന്റെ പൈസ കളയുന്ന ഒരാളാണ്. ഈ ഒരു വുമൻസിന്റെ കൂടെ പാർട്ടി നടത്തുന്നതാണ് അവന്റെ ഒരു ഹോബി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് കണ്ട് നമ്മളെ ആൾക്കാരെല്ലാവരും അയ്യേ ക്രിഞ്ച് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്കാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു സാം എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് രാത്രി പാർട്ടി നടത്തുന്നുണ്ട്. ആ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിട്ട് സാമിനെ കാണാനാണ് നമ്മളെ ആൾക്കാരെ പ്ലാൻ. അപ്പോൾ അതിനുവേണ്ടി ഇവർ 4 പേരും നമ്മുടെ ക്രിസും ആക്സലും ലാലൻഡും ഡഗ്ലസും നല്ല കിടിലൻ ലുക്കിൽ തന്നെ ഈ ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ ലാലൻഡ് ആണെങ്കിൽ ഒരു പെൺവേഷം ധരിച്ചിട്ടാണ് പോകുന്നത്. കാരണം നമ്മളെ സാമിന് എങ്ങനത്തെ ടൈപ്പ് പെണ്ണുങ്ങളാണ് ഇഷ്ടം എന്ന് അറിയില്ല. സോ ക്രിസിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ലാലൻഡിനെ ഇഷ്ടപ്പെടും. ലാലൻഡ് പോകുന്നത് ലോറ എന്നൊരു പേരിലാണ്. പക്ഷെ നമ്മളെ ലാലൻഡിന് ഈ ഒരു വേഷം തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ അടുക്കാണെങ്കിലോ നമ്മളെ ആക്സൽ അവനെ ട്രോളുന്നുണ്ട്. ശേഷം ഇവരാണെങ്കിൽ നമ്മളെ സാമിന്റെ ഈ ഒരു പാർട്ടിക്ക് എത്തുകയാണ്. ആ ഒരു പാർട്ടിക്ക് DJ ആയിട്ട് വരുന്നത് വിഷനറി എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. വിഷനറി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ആണെങ്കിൽ വളരെയധികം ഫേമസ് ആണ്. നമ്മളെ ക്രിസിനും ലാലൻഡിനും അവനെ ഓൾറെഡി അറിയാം. അതായത് ഈ വിഷനറിയുടെ പാട്ട് അവർ കേട്ടിട്ടുണ്ട്. ക്രിസ് ആണെങ്കിൽ ഏകദേശം ഈ ഒരു വിഷനറിയുടെ ഫാനൊക്കെ പോലെയാണ്. അതിനുശേഷം നമ്മളെ എലൈനയാണ് കാണിക്കുന്നത്. എലൈനയാണെങ്കിൽ ഡോക്ടർ 909 എന്ന ഹാക്കറിന്റെ ലാസ്റ്റ് നടന്ന 4 ട്രാൻസാക്ഷനും നല്ല വിചിത്രമായിട്ടാണ് നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമ്മളെ ഹേഴ്സിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ലാസ്റ്റ് നടന്ന 4 ട്രാൻസാക്ഷൻ നടന്നതും 4 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നാണ്. അത് അടുത്തടുത്തുള്ള സ്ഥലമല്ല, കുറേ അധികം ദൂരെയുള്ള സ്ഥലത്തു നിന്നായിരുന്നു. ആ ഒരു സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് ലണ്ടൻ, പിന്നെ ബോസ്റ്റോൺ, പിന്നെ ഒസാക്ക, പിന്നെ ലിയോൺ. ഇങ്ങനെ 4 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഹേഴ്ഷ് എലൈനടുത്ത് പറയുന്നുണ്ട് ഈ ഒരു പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള 4 സ്ഥലത്തെയും CCTV ഹാക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. സോ അതിനുശേഷം കാണിക്കുന്നത് സാം പാർട്ടി നടന്ന ആ ഒരു ക്ലബ്ബാണ്. അവിടേക്കാണെങ്കിൽ നമ്മളെ ലാസറസ് ടീം നല്ല കിടിലൻ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കിടിലൻ ലുക്കിൽ വരുന്നുണ്ട്. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ അവിടുത്തെ ഒരു പാർട്ടി തുടങ്ങുകയാണ്. ഈ ഒരു ഭാഗത്തെ ആനിമേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതേ സമയത്ത് നമ്മളെ ക്രിസ് ആണെങ്കിൽ ഈ ഒരു പാർട്ടിക്കിടെ വന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ലോറ, അതായത് നമ്മളെ ലാലൻഡ്, അവൻ ശരിക്കും ഒരു ആണായ കാരണം തന്നെ അവന് വളരെയധികം നാണുണ്ട്. സോ അത് കാരണം അവന് ഡാൻസ് കളിക്കാനൊന്നും പോകാതെ അവിടെ നിൽക്കുകയാണ്. ശേഷം നമ്മളെ ആക്സലിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഈ മുകളിലോട്ട് ഒരു സ്റ്റെയർ കേസ് കണ്ടപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് കയറി പോകാൻ നോക്കി. പക്ഷെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി അവനോട് തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സോറി സാറിന് മുകളിലോട്ട് പോകാൻ സാധിക്കില്ല, അത് VIP-കൾക്ക് മാത്രമുള്ള പ്ലേസ് ആണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറൊരാൾ വന്നിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡിജിറ്റൽ ടാറ്റു അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ സെക്യൂരിറ്റി അയാളെ മുകളിലോട്ട് കയറാൻ അനുവദിക്കുന്നുണ്ട്. സോ അവിടെ നിൽക്കുന്ന ആക്സലാണെങ്കിൽ ഓഫ് കോഴ്സ് ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കാര്യം നമ്മളെ ഡഗ്ലസിന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ എലൈനയാണെങ്കിൽ നമ്മളെ ഡോക്ടർ 909 എന്ന ഹാക്കറിന്റെ ലാസ്റ്റ് പണം ഡെപ്പോസിറ്റ് ചെയ്ത പ്ലേസസിന്റെ ആ ഒരു CCTV ദൃശ്യങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും നിന്ന് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സെയിം ആൾ തന്നെയാണ്. പക്ഷെ ആളുടെ മുഖം കൊണ്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മളെ ആക്സലും ക്രിസും ആ ഒരു ക്ലബ്ബിലെ ഒരു ബീർ ഷോപ്പിൽ നിന്ന് ബീർ കുടിക്കുന്നതാണ്. അപ്പോഴാണെങ്കിൽ നേരത്തെ കാണിച്ച ഒരു VIP ഡിജിറ്റൽ ടാറ്റുള്ള ഒരാൾ വന്നിട്ട് ബീർ കുടിച്ചിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അത് ആക്സൽ നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയാളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അയാളാണെങ്കിലോ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോഴത്തേനും നമ്മൾ ആക്സൽ വന്നിട്ട് അയാളെ ബോധം കളയുന്നുണ്ട്. ശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു VIP ഡിജിറ്റൽ ടാറ്റു അത് നമ്മളെ ആക്സൽ അവന്റെ ഒരു ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്തിട്ട് അവന്റെ കൈമാക്ക് കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളെ സാമും പിന്നെ DJ ആയിട്ടുള്ള വിഷനറിയും ഒരു ഹെലികോപ്റ്ററിൽ ആ ഒരു പാർട്ടിലേക്ക് വന്നിറങ്ങുന്നതാണ്. ഇതേ സമയം തന്നെ നമ്മളെ ക്രിസും ലാലൻഡും
ഈ ഒരു സാം വരാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ എലൈനക്ക് നമ്മുടെ ഡോക്ടർ 909 എന്ന ഹാക്കറിന്റെ അക്കൗണ്ടിലേക്ക് പുതിയതായിട്ട് ആരോ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡെപ്പോസിറ്റ് ചെയ്തുള്ള സ്ഥലത്തിന്റെ പേരാണ് ബേബിലോണിയ സിറ്റി. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസറസ് ടീമിന്റെ ഹൈഡൌട്ടുമായിട്ട് വളരെയധികം അടുത്താണ് ഈ ഒരു ബേബിലോണിയ സിറ്റി എന്ന് പറയുന്ന സ്ഥലം. അതിനുശേഷം കാണിക്കുന്നത് നമ്മളെ സാമും DJ ആയിട്ടുള്ള വിഷനറിയും ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ട് ആ ഒരു ക്ലബിലോട്ട് വരണം. അപ്പോഴാണെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാ വുമൻസും നമ്മുടെ വിഷനറിയുടെ ഫാൻസ് ഒക്കെ അവിടെ നിന്ന് ചേർന്നുണ്ട്. നമ്മുടെ ക്രിസ് ആണെങ്കിൽ അവൾക്ക് ഏൽപ്പിച്ച പണി ചെയ്യുന്നുണ്ട്. അതായത് സാമിനായിട്ട് മാക്സിമം എത്ര അടുക്കാൻ പറ്റുമോ അത്ര അടുക്കുക. അങ്ങനെ ക്രിസ് ആണെങ്കിൽ സാമിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോഴാണെങ്കിൽ സാം ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് കണ്ടോ, ഡെൽറ്റ മെഡിസിൻസിന്റെ മാർക്കറ്റിംഗ് ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. സോ ഇത് കേട്ട് നമ്മളെ ക്രിസിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ സാം പറയുന്നുണ്ട്, നിനക്കൊന്നും ഇത് എന്തായാലും മനസ്സിലാവാൻ പോകുന്നില്ല. അതിനുശേഷം DJ ആയിട്ടുള്ള വിഷനറി അവനക്ക് നമ്മളുടെ ലാലനെയാണ്, അതായത് ലോറയാണ് പറ്റുന്നത്. അത് കാരണം ലാലനെ വിളിച്ച് അവനൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളെ ആക്സലും ഡഗ്ലസും ആണെങ്കിൽ അവർ പുതിയതായി ഘടിപ്പിച്ച ആ ഒരു ഡിജിറ്റൽ ടാറ്റു കാണിച്ചിട്ട് ഈ ഒരു VIP സെക്ഷനിലിട്ട്, അതായത് നമ്മുടെ സാം ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് വരുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മളെ എലേനയാണെങ്കിൽ ഡോക്ടർ 909 ആ ഒരു CCTV ഫൂട്ടേജ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് നമ്മളെ ആക്സലിനെയും ഡഗ്ലസിനെയും വേറെ കുറച്ച് സെക്യൂരിറ്റീസ് പോലത്തെ ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് അതേപോലത്തെ ടാറ്റു കിട്ടിയതെന്ന് ചോദിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മളെ എലേനയാണെങ്കിൽ ഡോക്ടർ 909 അക്കൗണ്ടിലേക്ക് ആ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്ത ആളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഒരാളെ കിട്ടുന്നുണ്ട്. പക്ഷെ അവന്റെ മുഖം വ്യക്തമായി കാണിക്കാത്ത കാരണം തന്നെ നമ്മുടെ എലേന കറക്ഷൻ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ യൂസ് ചെയ്ത് നോക്കാണ്. അവിടെ സീൻ കണ്ടിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ സാം ആണെങ്കിൽ ഹൈ പഞ്ചുള്ള ഒരു വൈന് പോലത്തെ ഒരു ഡ്രിങ്ക് അങ്ങോട്ട് കൊടുത്തിട്ട് എല്ലാ വുമൻസിനും കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചപ്പോൾ തന്നെ എല്ലാ വുമൻസിന്റെയും ബോധം പോവാണ്. അപ്പോൾ അതേപോലെ തന്നെ സാം വിചാരിച്ച് നമ്മളെ ക്രിസിന്റെയും ബോധം പോയിട്ടുണ്ട്. ഇവളെയൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും ഇനി ഒരു കുഴപ്പമില്ല. എന്നിട്ട് ക്രിസിന്റെ അടുത്ത് തന്നെ ഈ സാം പറയുന്നുണ്ട്, നിങ്ങളെയൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും ഞങ്ങൾക്ക് ഇനി ഒരു കുഴപ്പമില്ല ഉണ്ടാവില്ല. കാരണം ഇതെന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയ കാരണം തന്നെ ഇവിടേക്ക് പോലീസ് വരില്ല. അതുമാത്രമല്ല നാളെ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾ ഇന്ന് നടന്ന കാര്യങ്ങൾ ഒക്കെ മറന്നിട്ടുണ്ടായിരിക്കും. അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് അവിടെ സീൻ കണ്ടതിന് ശേഷം നാളെ എലേനയും ഹേഴ്സിനുമാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു കറക്ഷൻ ഫിൽറ്റർ യൂസ് ചെയ്തപ്പോൾ ആ ഒരു ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത ആളെ കറക്റ്റായിട്ടുള്ള ഫേസ് കിട്ടുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ മറ്റു ആരായിരുന്നില്ല, സാം നടത്തുന്ന പാർട്ടിയിലെ DJ ആയിട്ടുള്ള വിഷനറി തന്നെയായിരുന്നു. ഇപ്പോൾ അതിനർത്ഥം ഡോക്ടർ 909 എന്ന ഹാക്കർ ശരിക്കും പറഞ്ഞാൽ വിഷനറി തന്നെയായിരുന്നു. അപ്പോഴാണ് നമ്മളെ എലേനക്ക് മനസ്സിലാവുന്നത് ഇവൻ ശരിക്കും ഒരു DJ കാരൻ തന്നെ. ഇവന് വേൾഡിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവനക്ക് DJ പാർട്ടികളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. സോ ആ ഒരു സ്ഥലത്തേക്ക് പോകേണ്ട സമയത്ത് ഇവനക്ക് പോകാനുള്ള സ്ഥലത്ത് നിന്ന് ഇവൻ ഈ ഒരു ഇവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ഇവൻ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഇങ്ങനെ പല പല സ്ഥലത്ത് നിന്ന് മണി ഡെപ്പോസിറ്റ് ആവുന്ന കാരണം ഒരു പോലീസിനും ഇവന്റെ മേലെ സംശയം തോന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ക്രിസ് ആണെങ്കിൽ നമ്മളെ സാമിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചേ, നിന്റെ ഈ ഒരു ചെറിയ പഞ്ചുള്ള ഒരു വൈന പോലത്തെ സാധനം കൊണ്ട് നിനക്ക് എന്നെ മയക്കി കെടുത്താന്നോ എന്നും പറഞ്ഞ് സാമിന്റെ മുഖത്തോട്ട് നല്ലൊരു അടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അവൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചവിട്ടോടി ചവിട്ടാണ്. ആ ഒരു ചവിട്ടിലാണെങ്കിൽ നമ്മളെ സാം ആണെങ്കിൽ ദൂരേക്ക് തെറിച്ചു പോയിട്ട് നമ്മുടെ വിഷനറിയുടെ തലേക്ക് വീഴുന്നുണ്ട്. ശേഷം നമ്മളെ എലേനയാണെങ്കിൽ നമ്മുടെ ആക്സലിനും ടീമിനെ വിളിച്ചു പറയുന്നുണ്ട്, ഡോക്ടർ 909 എന്ന ഹാക്കർ ശരിക്കും വിഷനറിയാണ്. ഇത് കേട്ടപ്പോഴേക്കും ആക്സൽ ആണെങ്കിൽ അവന്റെ സ്റ്റണ്ട് തുടങ്ങാണ്. അവന്റെ മുന്നിലോട്ട് തോക്കം പിടിച്ച് വരുന്ന എല്ലാവരെയും അവൻ അടിച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മളെ ഡഗ്ലസും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ലാലന്റിനെ കാണിക്കുന്നുണ്ട്. അവനെ ശരിക്കും പറഞ്ഞാൽ DJ ആയിട്ടുള്ള വിഷനറിക്ക് നമ്മളെ ലാലനെ ഇഷ്ടപ്പെട്ടു. അത് കാരണം അവനാണെങ്കിൽ ലാലനെ പിടിച്ചിട്ട് ഒരു പ്രൈവറ്റ് സ്ഥലത്തേക്ക് വന്നിരിക്കുകയായിരുന്നു. ആൻഡ് ഇപ്പൊ അവന് പെർഫോം ചെയ്യാനുള്ള കാരണം തന്നെ അവൻ സ്റ്റേജ് മേലാണ്. അപ്പൊ വിഷനറി ആണെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വരുന്നവരെ ഇവിടെ എവിടേക്കും ഓടിപ്പോവാതെ നോക്കണം എന്ന്. പക്ഷെ ഇപ്പൊ നമ്മളെ ലോറ, അതായത് നമ്മുടെ ലാലന്റ് സെക്യൂരിറ്റിയുടെ കണ്ണുവെട്ടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതേ സമയം നമ്മളെ ആക്സൽ ആണെങ്കിൽ അവന് നേരെ വരുന്ന എല്ലാവരും അടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മളെ വിഷനറിക്കും പിന്നെ നമ്മളെ സാമിനും അവരുടെ ഹെലികോപ്റ്റർ യൂസ് ചെയ്തിട്ട് രക്ഷപ്പെടാന്ന് തീരുമാനിക്കുകയാണ്. ആൻഡ് പിന്നെ നമ്മളെ ലാലന്റ് സെക്യൂരിറ്റി ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത്. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ക്രിസ് ആണെങ്കിൽ ആ ഒരു സെക്യൂരിറ്റിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ആക്സലും ഡഗ്ലസും ഈ ഒരു സാമും വിഷനറിയും ഹെലികോപ്റ്റർ രക്ഷപ്പെടുന്നത് ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ഇൻഫർമേഷൻ നമ്മളെ ടീമിനെ ഫുള്ള് അറിയിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മളെ ലാലന്റ് ഞാൻ കാർ റെഡിയാക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും സാമും വിഷനറിയും അവരുടെ ഹെലികോപ്റ്റർ യൂസ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ നോക്കാണ്. സോ ഇത് തടയാൻ വേണ്ടിയിട്ട് നമ്മളെ ആക്സലും ക്രിസും ആ ഒരു ഹെലികോപ്റ്ററിന് നേർക്ക് വരുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ കുറെ സെക്യൂരിറ്റീസ് വന്നിട്ട് ഈ ഒരു സാമിന്റെ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ രണ്ടാളും തടയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവർ രണ്ടുപേരും ടീം വർക്കായിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറെ സെക്യൂരിറ്റീസിനൊക്കെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇവരിങ്ങനെ ഡിഫീറ്റ് ചെയ്ത് അടുത്തെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ സാമും വിഷനറിയും ഓൾറെഡി ഹെലികോപ്റ്ററിൽ കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ ഹെലികോപ്റ്റർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് അതിങ്ങനെ പറക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മൾ ആക്സിലി ഓടിപ്പോയിട്ട് ആ ഒരു ഹെലികോപ്റ്ററിന്റെ മേലേക്ക് ചാടി കയറുന്നുണ്ട്. ഇവന്റെ ഒരു സ്റ്റണ്ടൊക്കെ കണ്ടിട്ട് എനിക്ക് ഇവനെ വിളിക്കാൻ തോന്നുന്നത് എട്ടുകാലി കടിക്കാത്ത സ്പൈഡർമാൻ എന്നൊക്കെയാണ്. അങ്ങനെ നമ്മൾ ആക്സിലി ഈ ഒരു സാമിന്റെ ഹെലികോപ്റ്ററിന്റെ മേലേക്ക് ചാടി കയറുന്നുണ്ട്. പക്ഷെ വിൻഡ് കാരണം അവന് കൂടുതലായിരുന്നു പിടിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്നാലും അവന് പറ്റുന്ന പോലെ അവൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് നമ്മളെ ക്രിസ്റ്റീന മനസ്സിൽ നിൽക്കുന്നുണ്ട്, ഇവന് ശരിക്കും പ്രാന്താണ്. അതേസമയം തന്നെ നമ്മൾ ലാലൻഡും ഡഗ്ലസും കാർ റെഡിയാക്കിയിട്ട് വരുന്നുണ്ടായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും ഈ ഒരു കാർ റെഡിയാക്കിയിട്ട് നമ്മളെ ആക്സലിനെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ഹെലികോപ്റ്ററിന്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് നമ്മളെ ആക്സിൽ ബാക്കിയുള്ള കാരണം തന്നെ ഈ ഒരു ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ പോയിട്ട് ഹെലികോപ്റ്റർ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നുണ്ടായിരുന്നു. ഇതേ സമയം ആക്സിലാണെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ മേലെ പോയി അലക്കേണ്ടതായിരുന്നു. പക്ഷെ അവൻ അവന്റെ സ്കിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നുണ്ടായിരുന്നു.
കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ ആക്സലിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ ലാലൻഡ് അവൻ്റെ കാറിലുണ്ടായിരുന്ന ഒരു ഡിജിറ്റൽ ഡ്രോൺ പോലത്തെ എന്തോ ഒരു സാധനം യൂസ് ചെയ്തിട്ട് നമ്മുടെ ആക്സലിനെ രക്ഷിക്കാൻ വേണ്ടി അവനെ നേരെ അയക്കുന്നുണ്ട്. പക്ഷേ ഇതേ സമയം നമ്മളെ ആക്സലിനെ നോക്കുകയാണെങ്കിൽ അവൻ്റെ മുന്നിലാണെങ്കിൽ ഒരു വലിയ ക്രെയിൻ പോലത്തെ സാധനം ഉണ്ടായിരുന്നു. അത് കാരണം അവന് ഈ ഹെലികോപ്റ്ററിൻ്റെ മേലെ നിന്ന് പിടിവിടാതെ വേറെ രക്ഷ ഉണ്ടായിരുന്നില്ല. സോ ആക്സിൽ ഹെലികോപ്റ്ററിൻ്റെ മേലെ നിന്ന് പിടിവിട്ട കാരണം തന്നെ സാമും മിഷനറിയും സന്തോഷിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മളെ ആക്സിൽ താഴത്തോട്ട് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലാലനിൻ്റെ ആ ഒരു ഡിജിറ്റൽ ഡ്രോൺ വന്നിട്ട് അവനെ രക്ഷിക്കുന്നുണ്ട്. സോ അത് കാരണം തന്നെ നമ്മളെ സാമിൻ്റെയും മിഷനറിയുടെയും സന്തോഷം അധികം നേരം നിന്നില്ല. എന്നിട്ട് നമ്മളെ ലാലൻഡ് ആക്സിലെടുത്ത് പറയുന്നുണ്ട് ആ ഒരു ഡ്രോണിൽ തന്നെ ഒരു വെപ്പൺ ഇരിക്കുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ആ ഒരു വെപ്പൺ യൂസ് ചെയ്യാം. ഇത് കേൾക്കേണ്ട താമസം നമ്മളെ ആക്സിലാണെങ്കിൽ ആ ഒരു വെപ്പൺ എടുത്തതിന് ശേഷം ആ ഒരു ഹെലികോപ്റ്ററിന് മേലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ എന്താ നടന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു ഹെലികോപ്റ്റർ കൂട്ടി വെച്ച് നേരെ പോയി ലാൻഡ് ചെയ്യുന്ന ഒരു വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അങ്ങനെ നിൽക്കുന്ന ആ ഒരു ഹെലികോപ്റ്ററിന്റെ മേലേക്ക് നമ്മളെ ആക്സിൽ അവരുടെ ഡ്രോണിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ എങ്ങനെയൊക്കെ ആ ഒരു ഹെലികോപ്റ്റർ പൊട്ടിത്തെറിയിൽ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ സാമും മിഷനറിയും അവനോട് പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളെയൊന്നും ചെയ്യില്ലേ, ഞങ്ങൾ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. അപ്പോൾ ആക്സിൽ പറയുന്നുണ്ട്, ഓ അങ്ങനെയാണല്ലേ, എന്നാ ഓക്കെ, നിങ്ങൾക്ക് ഡോക്ടർ സ്കിന്നർ എവിടെയാണെന്ന് അറിയോ? അപ്പോഴാണെങ്കിൽ അവർ പറയുന്നുണ്ട്, ഡോക്ടർ സ്കിന്നറോ, ഞങ്ങൾക്ക് തന്നെ ഡോക്ടർ സ്കിന്നർ എവിടെയാണെന്ന് അറിയാം. അപ്പോൾ ആക്സിൽ പറയുന്നുണ്ട്, ഓ അങ്ങനെയാണല്ലേ, പിന്നെ നീ എങ്ങനെയാണ് ഹാപ്പിന് വേണ്ടി ഇത്ര പൈസ ഉണ്ടാക്കിയത്? അത് ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാം ആ ഒരു ഹാപ്പിനെ പറ്റി പൈസ ഉണ്ടാക്കിയത് അത് ഡെൽറ്റ മെഡിസിൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഞങ്ങൾ അവരിൽ നിന്ന് അവരുടെ ഡാറ്റ ഹാക്ക് ചെയ്തിട്ട് അവരിൽ നിന്നാണ് ഞങ്ങൾ ആ ഒരു പൈസ അടിച്ചു മാറ്റിയത്. അപ്പോൾ ആക്സിൽ അവരോട് പറയുന്നുണ്ട്, എന്നാൽ ഒരു ഡെൽറ്റ മെഡിസിൻസിന്റെ ഒരു ഡാറ്റ എനിക്ക് തായോ. ഇത് കേട്ട വിഷൻറി ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നെ ആ ഒരു സാം നിർബന്ധിച്ച കാരണം തന്നെ അത് കൊടുക്കുകയാണ്. സോ ആ ഡെൽറ്റ മെഡിസിൻസിന്റെ ഡാറ്റ മേടിച്ച് നമ്മളെ ആക്സിൽ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഈ ഒരു ഇൻസിഡന്റ് നടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പോലീസ് ആണെങ്കിൽ ഒരു വിഷനറിയും പിന്നെ സാമിനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവന്റെ പേര് വിഷനറി എന്നല്ല, ഡോക്ടർ 909 എന്നാണ്. ശേഷം നമ്മുടെ ലാസറസ് ടീം അവരുടെ ഹൈഡൗട്ടിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവാണ് ഈ ഒരു ഡോക്ടർ 909 പിന്നെ ഈ ഒരു സാമിനൊന്നും ഈ ഡോക്ടർ സ്കിന്നറുമായ ഒരു ബന്ധവും ഇല്ല. ശരിക്കും ബന്ധമെന്ന് സംശയിക്കപ്പെടുന്നത് ഡെൽറ്റ മെഡിസിൻസ് ആണ്. സോ ഈ ഒരു എപ്പിസോഡ് 1 ലൈൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആകെ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാമും ഡോക്ടർ 909 ചേർന്നിട്ടാണ് ഡെൽറ്റ മെഡിസിൻസ് എന്ന കമ്പനി കൊടുത്ത ആ ഒരു ഹാപ്പിനെ വിറ്റത്. പക്ഷെ അവർക്ക് ഡോക്ടർ സ്കിന്നറുമായ ഒരു കണക്ഷനും ഇല്ല. ഇതേ സമയം അപ്പോൾ ഇവർക്ക് ഡൗട്ട് വരികയാണ് ഈ ഒരു ഡെൽറ്റ മെഡിസിനൽ എന്ന കമ്പനിക്ക് ഡോക്ടർ സ്കിന്നറുമായി എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. സോ അടുത്ത എപ്പിസോഡ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു ഡെൽറ്റ മെഡിസിനലിനെ പറ്റി എന്തെങ്കിലും ക്ലൂ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടായിരിക്കും. പിന്നെ എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്നത് എന്തോ ഒരു വിചിത്രമായ സ്ഥലത്ത് കുറച്ച് മങ്കീസിനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടിന്നിന്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുറേ ടിന്നുകളിൽ നിന്ന് ഒരു ടിന്നിലുള്ള ഒരു മങ്കി അവിടെ ഡെഡ് ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ക്ലിഫ് ഹാങ്ങർ കാണിച്ചിട്ടാണ് നമ്മളെ ലാസറസിന്റെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഗൈസ് ഈ എപ്പിസോഡ് ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ബ്ലാക്ക് ഹെഡ് കമന്റ് ചെയ്യുക. ആദ്യം കമന്റ് ചെയ്യുന്ന 10 പേർ നമ്മൾ അടുത്ത ലാസറസ് എപ്പിസോഡിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ബ്ലാക്ക് ഹെഡ് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.